ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജഗദീപ് സുസ്മിതയെ കുപ്പിയിലാക്കാനുള്ള പണികൾ തുടങ്ങിയിട്ടോ. അങ്ങനെ ജഗദീപ് സുസ്മിത വരുന്നുണ്ടെന്ന് കാണുമ്പോൾ മസാജ് ചെയ്യിപ്പിക്കുകയാണ് തൻ്റെ ഒപ്പം നിന്നുള്ള കൂട്ടുകാരനെ കൊണ്ട്. എടാ ചന്തു, നീ മസാജ് ചെയ്യിപ്പിക്ക് എന്ന് പറയുമ്പോഴായിരിക്കട്ടോ, മസാജ് ചെയ്യുക എന്ന് പറയുമ്പോഴായിരിക്കട്ടോ സുസ്മിതയുടെ കണ്ണിൽ പെടുന്നത്. പിന്നീട് സുസ്മിതയുടെ അടുത്തോട്ട് സപ്ലൈ ബോയ് വരികയാണ്. എന്താണ് കുടിക്കാൻ വേണ്ടത്? 3 ജഗദീപ് വേണം എന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞത് എന്ന് ശ്രേത ചോദിക്കുകയാണ് സുസ്മിതയുടെ കൂട്ടുകാരി. അത് കേട്ടവിടെ തന്നെ ജഗദീപ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം അവൾ വീണെന്ന് ജഗദീപിന് മനസ്സിലായിട്ടോ. ഈ സമയം സുസ്മിത അയ്യോ എന്ന് പറയാണ്. പെട്ടെന്ന് തൻ്റെ വേറൊരു കൂട്ടുകാരി പറയാണ്, നീ തടി കൂടുന്നു എന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് 3 ലൈം ജ്യൂസ് ആയിക്കോട്ടെ. അത് മതി എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ജഗദീപ് ആണെങ്കിലോ പിന്നീട് കാര്യങ്ങൾ അങ്ങ് മാറ്റി പിടിക്കുകയാണ്. ജഗദീപിന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ അങ്ങ് വരികയാണ്. അതിൽ ജഗദീപ് പറയുന്നത് 3 കോടിയോ, അത് വിട്ടേക്ക്, അത് വിസ്താരമാക്കി വിട്ടേക്ക് എന്നുള്ള വാക്കുകളായിരിക്കും. ഇത് കേൾക്കുന്ന സുസ്മിതയുടെ കിളി പോവുകയാണ് കേട്ടോ. പിന്നീട് തൻ്റെ ഒപ്പം നിൽക്കുന്ന ചന്തു പറയാണ്, ഇന്ന ബിസിനസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ 1-2 ലക്ഷത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാതെ നീ ഒന്ന് വിട്ടേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എൻ്റെ അച്ഛനമ്മമാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ പെട്ടുപോയത് എന്ന് പറയുമ്പോൾ ചന്ദ്രോത്തിൽ അയാളുടെ മകളാണോ ഇത് എന്നോ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം സുസ്മിതയാണ് ഇതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്. ഈ സമയം ചന്തു നീ പറഞ്ഞ ആ ഒരു ഫോട്ടോസൊക്കെ എവിടെയെന്ന് പറയുമ്പോൾ ഇതാണ് മിസ് കേരള, ഇന്ന ആളാണ്, ഇവളുടെ പേര് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഓ എന്തോണാടാ ഇത് എന്ന് പറഞ്ഞിട്ട് ജഗദീപ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു 1.5 കുരങ്ങൻ്റെ ഫോട്ടോ ആയിരിക്കട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ജഗദീപിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ചന്തു എന്താടാ ഇത് എന്ന് പറഞ്ഞ്, നീ ഇങ്ങ് വന്നേ, നീ ഇത്രയും വലിയ പ്രതികാരം നീ എന്നോട് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, എന്താടാ നീ വെച്ചിരിക്കുന്നത്, വേറെ വല്ല പെൺകുട്ടികളുടെ ഫോട്ടോ നിനക്ക് വെക്കായിരുന്നില്ലേ, അതിന് നിനക്ക് പെൺകുട്ടികളുടെ ഫോട്ടോ ഒന്നും വെച്ച് തരാൻ പറ്റില്ല, നിന്നെ പോലത്തെ ഉള്ളവന് ഇങ്ങനെയുള്ള ഫോട്ടോ ആണ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജഗദീപിന് ഒരു കുരങ്ങൻ കൊഞ്ചലം കാട്ടുന്നത് പോലെ ചിറിലിച്ചും കൊണ്ടുള്ള ആ ഒരു ഫോട്ടോ ആണ് ഇട്ടാ കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുന്ന ജഗദീപിന് ഇവനിട്ട് 2 പൊട്ടിക്കാം എന്നൊക്കെ മനസ്സിൽ കരുതുമെങ്കിലും കൂടിയിട്ട് സുസ്മിത ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. ജഗദീപിന് പെണ്ണാലോചന, അയ്യോ എനിക്കത് ആലോചിക്കാനേ വയ്യ എന്ന ഭാവത്തിൽ സുസ്മിത നിൽക്കുന്നു. ഈ സമയം ചന്തു അടുത്ത ഫോട്ടോ ഏതാ, ഇവളാണ് അടുത്ത ആള്, ഇവള് ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താ, അതെ നമ്മുടെ ഈ സ്ഥലം മൊത്തത്തിൽ മേടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ സുസ്മിത ആകെ കണ്ണ് തള്ളിയിട്ടോ. ഇത്രയും വലിയ പ്രൊപ്പോസലൊക്കെ മുന്നോട്ട് വരുന്നത്, എന്നിട്ടും ജഗദീപിൻ്റെ കണ്ണിൽ പിടിക്കുന്നില്ലല്ലോ. ഇതേസമയം ജഗദീപ് എന്താടോ ഇത്, നിനക്കൊന്നും ഫോട്ടോ പോലും നല്ലപോലെ നോക്കാൻ അറിയില്ലേ എന്ന് പറയുമ്പോൾ അത് വേറൊരു കുരങ്ങൻ്റെ ഫോട്ടോ ആയിരിക്കൂട്ടാ. അങ്ങനെ ആ കുരങ്ങൻ്റെ ഫോട്ടോ കാണുമ്പോൾ ജഗദീപ് പോലും കണ്ണു തുറിക്കുകയാണ്. എടോ നീ എന്തിനാടോ എനിക്ക് ഇങ്ങനെ ചിറിളിക്കുന്ന ഫോട്ടോകളൊക്കെ കാണിച്ചു തരുന്നത്, എടോ ഒരു നല്ലൊരു ഫോട്ടോ വെച്ചുകൂടെ എന്ന് പറയുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നീട് 3ാമത്തെ ആളെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ്റെ സ്വത്ത് കണക്കറ്റ് സ്വത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വേറൊരു കുരങ്ങൻ നാവും പുറത്ത് കിട്ട് ഒരു ഉമ്മ വെക്കുന്ന ഒരു കൊഞ്ചലം കാട്ടുന്ന ആ ഒരു സീനിലായിരിക്കട്ടോ. ഇതും കൂടി ആവുമ്പോൾ ജഗദീപിൻ്റെ കിളി പോയിട്ടോ. എന്നാൽ സുസ്മിതയാണെങ്കിലോ 3 നല്ല അടിപൊളി പാർട്ടികളാണല്ലോ, എന്നിട്ട് പോലും ജഗദീപിന് പറ്റുന്നില്ലല്ലോ എന്ന ലെവലിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ചന്തുവിനോട് പറയണേ, എന്തോന്ന് ഫോട്ടോ ആടാ നീ വെച്ചിരിക്കുന്നത്, ഈ ജഗദീപിന് പറ്റുന്ന അടിപൊളി പെൺകുട്ടികൾ നിനക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ സാർ എങ്ങനെയുള്ള കുട്ടിയാണ് ആഗ്രഹിക്കുന്നത്, അതെ ആ ഇരിക്കുന്ന ആ കുട്ടി അങ്ങനെയുള്ള കുട്ടിയാണ്, അല്ലാതെ സ്വത്തിലും മുതലും അല്ല. എൻ്റെ അച്ഛൻ്റെ പേരങ്ങ് ഒഴിവാക്കിയേക്ക്, ഞാൻ ജഗദീപ്, ഞാൻ ഇന്ന ആളുടെ മകനാണെന്നുള്ള ആ പറച്ചിൽ ഇനി വേണ്ട, സമൂഹത്തിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ ചിന്തിച്ചാൽ മതി, അങ്ങനെ പോയാൽ മതി. അങ്ങനെ ആവുമ്പോഴാണ് സ്വർണം പോലെയുള്ള മനസ്സുള്ള ആ ഒരു പെൺകുട്ടി എൻ്റെ മുന്നിലോട്ട് വരുള്ളൂ, ആയിരിക്കുന്ന പെൺകുട്ടി അവൾ കൊള്ളാം എന്ന് പറയുമ്പോൾ എടോ എന്നാ ജഗദീപ് സാറ് ആ കുട്ടിയെ ആലോചിക്കട്ടെ. അപ്പോഴേക്കും സുസ്മിതയുടെ കണ്ണ് തള്ളിയിട്ടോ. ഈശ്വരാ ഞാൻ ആഗ്രഹിച്ചത് ഇതാ എൻ്റെ മുന്നിലോട്ട് നീട്ടുന്നു എന്നുള്ള ഭാവത്തിൽ നിൽക്കണം കേട്ടോ. ഈ സമയം ജഗദീപ് പറയും, എന്താടോ തനിക്ക് ഞാനൊരു ഉദാഹരണം കാണിച്ചതല്ലേ, അല്ലാതെ ആ കുട്ടിയെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, ഇനി എന്തായാലും നീ എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കണ്ട, ഞാൻ തന്നെ സ്വയം പുറത്തിറങ്ങി മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളെ പോലെ ഞാൻ സാധാരണക്കാരനായി ഒരു പെണ്ണാലോചന നടത്തിക്കൊള്ളാം, എന്തായാലും നീ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോൺ നമ്പർ നോട്ട് ചെയ്യാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സുസ്മിത തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് ജഗദീപിൻ്റെ ആ ഒരു ഫോൺ നമ്പർ നോട്ട് ചെയ്യാൻ കേട്ടോ.
അങ്ങനെ ജഗദീപ് അങ്ങ് പോയി. എന്നാൽ ഈ സമയം സുസ്മിതയുടേക്കും ഇയാൾ ഇത്രയും വലിയ ആളുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ ജഗദീപിന് ആരെയും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ സുസ്മിതയോട് തൻ്റെ കൂട്ടുകാരികൾ പറയുമ്പോൾ ജഗദീപ് എനിക്ക് സ്വന്തമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നീ പറഞ്ഞത്? അവൻ എനിക്ക് സ്വന്തമാണ് എന്നിങ്ങനെ സുസ്മിത തൻ്റെ കൂട്ടുകാരികളോട് പറയാണ്. പിന്നീടാണെങ്കിലോ പങ്കജം ശ്യാമയുടെ റൂമിൽ പോവാണ്. ആ സമയം പങ്കജത്തിൻ്റെ ഉള്ളിൽ സത്യഭാമയുടെ കരണം നോക്കി ഒന്ന് കിട്ടിയ ആ ഒരു രംഗമായിരിക്കൂട്ടോ. വേണ്ട, ആരുടെയും അടി കിട്ടി ജീവിക്കേണ്ടവളല്ല ഞാൻ, ഇനി മതി, ഇവിടുത്തെ ജീവിതം മതി, ഞാൻ പോട്ടെ എന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ സരള പറഞ്ഞ വാക്കായിരിക്കും കേട്ടോ. പങ്കജം, നിനക്ക് പല അടികളും സത്യഭാമയുടെ കയ്യിൽ നിന്ന് കിട്ടും. എനിക്ക് വേണമെങ്കിൽ സാധാരണക്കാരി പെൺകുട്ടിയെ വേണമെങ്കിൽ നിർത്താം, പക്ഷേ ഞാനത് നിർത്താത്തത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയോ? ഒരു വേലക്കാരിയെ ഇഷ്ടം പോലെ എനിക്ക് കുറച്ച് പൈസ കൊണ്ട് നിർത്താൻ കഴിയും, പക്ഷെ നിന്നെപ്പോലെ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ നിർത്തിയാലാണ് പങ്കജം തിരിച്ചടി കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അന്ന് സരള പറഞ്ഞ വാക്കുകൾ പങ്കജത്തിൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കണിട്ടാ. എന്തായാലും വേണ്ടില്ല, സത്യഭാമയോട് ഏറ്റുമുട്ടുക തന്നെ, അവർക്ക് എന്നിട്ട് 2 കവിളിലും തിരിച്ചടി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പങ്കജം തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമയാണ് കാണിക്കുന്നത്. ശ്യാമ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നു. അപ്പോഴായിരിക്കും രോഹിത്തിൻ്റെ കടന്നു വരവ്. രോഹിത് ആണെങ്കിലോ ശ്യാമയെ ഒരു നോട്ടം പോലും നോക്കാതെ അവിടെ ഇരിക്കുന്ന ഫില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും എടുത്ത് പുറത്തോട്ട് പോകുമ്പോഴേക്കും ശ്യാമ പറയും, നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഈ പുറത്ത് കിടക്കാൻ പാടില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് കിടക്കണം. അതെന്താ നിൻ്റെ അടുത്ത് കിടക്കുന്നത്? നിൻ്റെ അടുത്ത് കിടക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാനും നിങ്ങളുമായി ഇനി ഒരു അഭിനയമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. സത്യാമ്മക്ക് ഒരു സംശയം തോന്നാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോ എന്ന് ശ്യാമ രോഹിത്തിനോട് പറയുമ്പോൾ പങ്കജം വെള്ളവുമായി വന്ന് ഈ സംസാരം കേൾക്കാണ്. എന്നാൽ ഇപ്പുറത്ത് ശാലിനിയും കേൾക്കാണ് കേട്ടോ. ഇത് കേട്ട് രോഹിത് പറയും, നിന്റെ കാവൽ നായയായി നിന്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടാൻ ഞാനൊരു കാവൽ നായയായി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എവിടെ കിടക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്, നീയല്ല എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാമ കൈകൾ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അത് പറ്റില്ല, ഇവിടെ തന്നെ കിടക്കണമെന്ന് പറയണം. അത് പറ്റില്ലടി, എനിക്കും പറ്റില്ല. നിന്റെ കാമുകന് വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു കാവൽ നായകയ്ക്ക് എടുക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും പോകുമ്പോൾ ശ്യാമ രോഹിത്തിനെ പിടിച്ച് കട്ടിലോട്ട് അങ്ങ് തള്ളണം കേട്ടോ. നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി. പറ്റില്ല എന്ന് രോഹിത്തും. ഉടൻ തന്നെ എന്നാൽ ഈ ശ്യാമയുടെ തനി സ്വരൂപം നിങ്ങളറിയും, കരണം നോക്കി ഒന്നങ്ങ് തരുമെന്ന് പറയുമ്പോൾ രോഹിത്ത് പറയും, ഞാൻ തിരിച്ചും കരണം നോക്കി എന്ന് തരുമെന്ന് പറയാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത്ത് പറയും, നീ എൻ്റെ ദേഹത്ത് തൊട്ടെങ്കിൽ ഞാൻ നിൻ്റെ ദേഹത്തും തൊടുമെന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ അങ്ങനെയായോ എന്ന് പറഞ്ഞു ഒരു തലയണ എടുത്ത് ശ്യാമ അങ്ങ് രോഹിത്തിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രോഹിത്ത് അടുത്ത തലയണ എടുത്ത് ശ്യാമയെ അടിക്കാനും ഒരുങ്ങാൻ കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ. ഇതേ സമയം പൊടി കൊരങ്ങെത്തി എന്ന് രോഹിത്ത് പറയുമ്പോൾ ശ്യാമ പൊടി കൊരങ്ങ എന്ന് തിരിച്ചും അങ്ങോട്ട് പറയാൻ കേട്ടോ. അപ്പോൾ എടി പൊടി ചിമ്പാൻസി കൊരങ്ങ അങ്ങനെ എന്തൊക്കെ വാക്കുകളുണ്ട്, ആ വേർഡുകളെല്ലാം തിരിച്ച് ശ്യാമ ഇങ്ങോട്ടേക്ക് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത്ത് തൻ്റെ 2 ചെവികളും പൊത്തിപ്പിടിക്കണം. എന്നാൽ ശാലിനിക്കാണെങ്കിലും ഒന്ന് കയറി നോക്കാൻ പോലും പറ്റുന്നില്ല, കാരണം അവിടെ പങ്കജം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ ഇതെന്ന് പറയുമെന്ന് ആലോചിച്ച് ശാലിനി നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് പങ്കജ് ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം രോഹിത്ത് ഇത്രയും വലിയ വലിയ വാക്കുകൾ മലയാളത്തിലുണ്ടോ ഈശ്വര, ഞാനും പോലും അറിഞ്ഞില്ല എന്ന് പറയണേ. വെറുതെ അല്ലടി നിൻ്റെ അമ്മ നിൻ്റെ മുഖത്തോട്ട് നോക്കാതിരുന്നത്, നീ ഒരു മരപ്പെട്ടി ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശ്യാമ പറയും, ഇത്രയും കേട്ടത് മതിയായില്ലേ, മരപ്പെട്ടി നിങ്ങളാണ് ഞാനല്ല എന്ന് തിരിച്ച് രോഹിത്തിനോട് പറയാണ്. ഉടൻ തന്നെ രോഹിത്ത് പറയാം, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ലടി, നീ നിൻ്റെ പണിയൊക്കെടി എന്ന് പറയാണ്. എന്നാൽ എനിക്കത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും രോഹിത്തിനെ കിടക്കയിലോട്ട് അങ്ങ് വലിച്ചിടുകയാണ് കേട്ടോ. ഈ സമയം രോഹിത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രോഹിത്ത് എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന തലേണ തൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ കൂജ എടുത്ത് ശ്യാമയെ അങ്ങ് എറിയാണ്. പക്ഷേ ആ എറിച്ചിൽ കൊള്ളുന്നത് പങ്കജത്തിൻ്റെ തലയിലായിരിക്കും. അതോടുകൂടി പങ്കജത്തിൻ്റെ കിളി പോവാണ് കേട്ടോ. അങ്ങനെ പങ്കജ എന്തായാലും പറ്റിയ സമയം ഇത് സത്യഭാമയോട് ചെന്ന് പറഞ്ഞേ പറ്റുള്ളൂ, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, ഈ ഒരു ഫ്ലവർ ഫേസ് കൂജയും ഞാൻ കയ്യിലെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം ശാലിനിയാണെങ്കിലോ ഈശ്വര പെട്ടല്ലോ, അവൾ ചെന്ന് പറയാനാ പോയിരിക്കുന്നത്. ഇവർ തമ്മിലാണെങ്കിലോ നല്ല തെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും പിടിയൊക്കെയാണ് കേട്ടോ ശ്യാമയും രോഹിത്താണെങ്കിലോ ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പറച്ചിൽ രോഹിത്തും പറയുന്നുണ്ട്, തിരിച്ച് ശ്യാമയും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കിടന്നേ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, എവിടെ കിടക്കണം. അപ്പോൾ രോഹിത്ത് പറയും, ഞാൻ കിടക്കില്ല, ഞാൻ പുറത്ത് പോയിട്ടേ കിടക്കുള്ളൂ. അങ്ങനെ ശ്യാമയും രോഹിത്തും വമ്പം വഴക്ക് നടക്കുന്നു, പുറത്തോട്ട് സൗണ്ട് കേൾക്കുന്നു. ഈ സമയം
ആ ഒരു ഫ്ലവർ കൂജയുമായി സത്യാമ്മയുടെ അടുത്തോട്ട് ചെല്ലണം. എന്താടി അതെ പിന്നെയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് താൻ പറയാൻ വന്നതെന്ന് പങ്കജത്തിന് അറിയുന്നില്ല. കാരണം പങ്കജത്തിൻ്റെ തലക്ക് ഈ കൂജ വീണത് കൊണ്ട് തന്നെ കിളി പോയിരിക്കുന്നു. അങ്ങനെ പങ്കജം തൻ്റെ കയ്യിലുള്ള ആ ഫ്ലവർ കൂജ എടുത്ത് തൻ്റെ നെറ്റിയിലോട്ട് ഒറ്റ അടി അടിക്കുന്നതിനോടുകൂടി ആ കിളി പോയത് തിരിച്ചു വരികയാണ് കേട്ടോ. ഉടൻ തന്നെ എന്താടി നീ കാണിക്കുന്നതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പങ്കജം പറയണം അതെ ശ്യാമയും രോഹിത്തും കൂടി അവിടെ വമ്പം വഴക്കാണ്. രോഹിത്ത് റൂമിൽ കിടക്കാത്തത് കൊണ്ട് തന്നെ ശ്യാമ റൂമിൽ കിടക്കണം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വമ്പം വഴക്ക് കൂടുന്നു. അവർ എറിഞ്ഞതാണ്, അത് എൻ്റെ നെറ്റിയിലാണ് കൊണ്ടത്. ഇത് സത്യാമ്മയോടൊന്ന് പറയണമെന്ന് തോന്നി, ഇപ്പം തന്നെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയുണ്ടായോ, എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി ചെല്ലാൻ കേട്ടോ. എന്നാൽ ഈ സമയം അവർ ചെല്ലുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഒരാൾ താഴെ ഇരിക്കുന്നു, ഒരാൾ കട്ടിലിരിക്കുന്നു. അങ്ങനെ ഫില്ലോ തപ്പാണ് രോഹിത്ത്. ഈ സമയം ക്ഷാമയെ ആ ഒരു ഫില്ലോ തപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും വീണ്ടും അടിപിടി കൂടാൻ നിൽക്കുന്ന ആ ഒരു സീനിലായിരിക്കട്ടെ. അപ്പോൾ സത്യഭാമ ഡോറിനെ ഇങ്ങനെ അടുത്ത് ചെന്ന് ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുമ്പോൾ രോഹിത്ത് മുഖം കൊണ്ട് കൊഞ്ഞലം കാട്ടിയിട്ട് എടി പൊന്നെ ഞാൻ പുറത്ത് പോയി കിടക്കട്ടെ. അത് പറ്റില്ല മുത്തേ, ഇവിടെ തന്നെ കിടക്കണം എന്ന് ശ്യാമ തിരിച്ച്. അതോടുകൂടി സത്യഭാമ എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ അത് വേണ്ട രോഹിത്തേട്ടാ, ഇവിടെ കിടന്നാൽ മതി. അപ്പോഴേക്കും പൊന്നെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, നമുക്ക് രണ്ടുപേർക്കും കിടക്കാം ഒരുമിച്ച്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, ഒറ്റയ്ക്ക് കിടക്കുന്നതല്ലേ നീ വഴക്ക് കൂടേണ്ട ആവശ്യം. ഇത് ഞാൻ നിന്നെയും കൂട്ടി വിളിച്ചതല്ലേ, അതിനെങ്ങനെ അങ്ങനെയൊന്നും കിടക്കാൻ പറ്റില്ല മുത്തേ. കാരണം ആ പങ്കജം നമ്മളെ മാത്രം നോക്കി ഇരിക്കുകയാണ്. നമ്മൾ ടെറസിൽ പോയിട്ടൊക്കെ അങ്ങ് കിടന്നു കഴിഞ്ഞാൽ അവൾ കാണില്ലേ. അപ്പോൾ ഉടൻ തന്നെ എന്നാ വേണ്ട പൊന്നെ, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തന്നെ കിടക്കാം. അത് മതി, ഇവിടെ കിടന്നാൽ മതി, എന്നാൽ എനിക്കൊരു സമാധാനമായി എന്ന് തിരിച്ചും ശ്യാമ രോഹിത്തിനോട് പറയാൻ കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ട് അപ്പം ഇവളാണോ ഇവരുടെ ബെഡ്റൂമിൽ എത്തി നോക്കുന്നത്, അവൾക്ക് ഞാൻ കൊടുത്തോളാം എന്ന് സത്യഭാമ പങ്കജത്തെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പങ്കജത്തിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവരുടെ ഈ കീരിയും പാമ്പും കളി കൊണ്ട് തന്നെ ഇവർ അറിയാതെ ശ്യാമ രോഹിത്തിനെ സ്നേഹിച്ച് തുടങ്ങും കേട്ടോ. രോഹിത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞ് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ സത്യാവസ്ഥ ശ്യാമ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ദീപക് എന്ന വ്യക്തി മനസ്സിൽ അവൻ നല്ലവനാണെന്ന് കരുതിയിട്ടാണ് അവനെ മാത്രം ആലോചിച്ച് ഇപ്പോൾ രോഹിത്തിനോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ അതൊരു കള്ളത്തരമാണ് ശ്യാമയുടെ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവുകയും